ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സനാസ് ബ്യൂട്ടി ടിപ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ അങ്കൻവാടിയിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നല്ല അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു വലിയ ഗ്ലാസ് നിറച്ചും നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. ഏതാണ്ട് ഒരു 250 ഗ്രാമോളം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തോരം വേണം ആ ഒരു അളവിനെടുക്കുക. ഇന്ന അളവെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇപ്പോൾ ഞാൻ ആ ഒരു ഗ്ലാസ് നിറച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടിയ നുറുക്കോതമ്പാണ്. ഒരുപാട് ചെറുതല്ല, ഒരു മീഡിയം വലിപ്പത്തിലുള്ള നുറുക്കോതമ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ആദ്യം കഴുകിയിട്ട് നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി വെക്കണം. കാരണം കുക്കറിലിട്ട് വേവിക്കാനുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് വെള്ളം ഊറ്റി നന്നായിട്ട് കഴുകിയെടുക്കണം. എനിക്ക് ഏത് നുറുക്കോതമ്പുകളും എടുക്കാം കേട്ടോ. അപ്പോൾ ചെറുതാണെങ്കിലും കുഴപ്പമില്ല, ഈ ഒരു വലിപ്പം മീഡിയം സൈസിലത്തെ ആണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഏത് നുറുക്കോതമ്പാണെങ്കിലും നല്ല ടേസ്റ്റാണ്. നമുക്കിത് ഉണ്ടാക്കി വരുമ്പോഴത്തേക്കും ഗോതമ്പൊക്കെ നല്ല വിട്ട് കിടക്കും. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ഞാൻ നമ്മുടെ കഴുകിയ നുറുക്കോതമ്പ് ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ചെറിയ കുക്കറാണ് എടുത്തിരിക്കുന്നത്, പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ അതൊന്ന് മുങ്ങിക്കിടക്കാൻ വേണ്ട പാകത്തിന് മാത്രം വെള്ളം എടുക്കുക. ഒരുപാട് വെള്ളം എടുത്ത് പായസം പോലെ ആക്കി എടുക്കരുത്. ജസ്റ്റ് ഒന്ന് മുങ്ങിക്കിടക്കാവുന്ന പാകത്തിന് മാത്രം വെള്ളം എടുത്താൽ മതി. നമുക്കൊരു വിസിലിന് വെച്ചാൽ മതി. 2 വിസിലിനൊക്കെ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് വെന്ത് പോകും. അപ്പോൾ ഒരൊറ്റ വിസിലിന് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം. ആ സമയം അങ്ങോട്ട് നമുക്ക് ഇതിന് വേണ്ട ബാക്കി മസാല ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഒരു സവാള എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി, ഒരു കഷ്ണം ഇഞ്ചി, പച്ചമുളക്, ഒരു 4 ബീൻസ്, ഒരു 2 ചെറിയ ക്യാരറ്റ്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില. ഇത്രയും സാധനങ്ങളാണ് നമുക്കിതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഗോതമ്പ് വെന്തോ നോക്കാം. അപ്പോൾ നമ്മുടെ ഗോതമ്പിൻ്റെ വിസിൽ വരാനായിട്ടുണ്ട്. ഈ ഒരു ഉപ്പുമാവ് നമുക്ക് എപ്പോഴും ഉണ്ടാക്കാം കേട്ടോ. ഇപ്പോൾ രാവിലെ മോർണിംഗിന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കഴിക്കാം. അതുപോലെ തന്നെ ഈവനിങ് സ്നാക്കായിട്ട് ഉണ്ടാക്കി കഴിക്കാം. പിള്ളേർക്കൊക്കെ വെറുതെ ഗോതമ്പ് പായസമൊക്കെ ഉണ്ടാക്കി കഴിക്കാത്ത പിള്ളേരാണെങ്കിൽ, എരിവൊക്കെ ഇഷ്ടമുള്ള പിള്ളേരാണെങ്കിൽ അവർക്കൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഓക്കെ, നമ്മുടെ ഗോതമ്പ് ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി കറക്റ്റ് പാകത്തിന് തന്നെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ആ ഒരു പാകം. ഒരുപാട് വെന്തും പോകരുത്, എന്നാൽ വേഗാതെയും കിടക്കരുത്. ഒരു മീഡിയം വേവിൽ തന്നെ നമുക്ക് കിട്ടണം. എന്നാലേ നമുക്ക് കഴിക്കാൻ ഒരു സുഖം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ മസാല റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട്. നല്ല അടിക്കട്ടിയുള്ള ചീനച്ചട്ടി തന്നെ എടുക്കുക. ഞാൻ ഇന്ത്യത്തിൻ്റെ ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് സവാളയൊക്കെ നന്നായിട്ട് വഴച്ചിട്ടുണ്ടാകും. അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകരുത്. അപ്പോൾ നല്ല അടിക്കട്ടിയുള്ള ചീനച്ചട്ടി തന്നെ എടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് ഓയിലൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ ഉപ്പുമാവ് ഉണ്ടാക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയ ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി, നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നെയ്യും കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾ ചേർക്കുക, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ രണ്ടും നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കടുക് പൊട്ടിക്കണം. കടുകൊക്കെ നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കുക കേട്ടോ. ഒരു 1/4 ടീസ്പൂൺ 1/2 ടീസ്പൂണൊക്കെ മതി. ഒരുപാട് കടുകായി കഴിഞ്ഞാൽ കഴിക്കാൻ സാധ്യതയുണ്ട്. അപ്പം ആവശ്യത്തിന് മാത്രം കടുക് എടുക്കുക. അപ്പോൾ കടുക് നന്നായിട്ട് പൊട്ടി വരണം. ചിലരുണ്ട് കടുക് പൊട്ടുന്നതിന് മുമ്പ് അങ്ങോട്ട് സവാളയൊക്കെ ഇട്ട് വഴറ്റും. അങ്ങനെ ചെയ്യരുത്. കടുക് പൊട്ടിക്കഴിയണം. കടുക് പൊട്ടിയ കടുകിൻ്റെ ആ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ്. പിന്നെ നിങ്ങളുടെ കയ്യിൽ കുറച്ച് ജീരകം ഉണ്ടെങ്കിൽ, നല്ല ജീരകത്തിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ ഒരു നുള്ള നല്ല ജീരകം കൂടി ഇടാം. ഞാൻ ഇടുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ കടുക് ഇവിടെ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഇനി നമുക്ക് കറിവേപ്പിലയാണ് ചേർക്കേണ്ടത്. അപ്പോൾ ആവശ്യത്തിന് കറിവേപ്പില ചേർക്കുക. കറിവേപ്പിലയുടെ ടേസ്റ്റൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ അധികം ചേർക്കുക. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ കണ്ടല്ലോ, സവാളയും ക്യാരറ്റൊക്കെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ക്യാരറ്റും, അതുപോലെ ബീൻസ്, ഇഞ്ചി, പച്ചമുളക്, ഇത്രയും സാധനങ്ങളാണ്. അപ്പോൾ അതെല്ലാം കൂടി ഒരുമിച്ച് അങ്ങോട്ട് ചേർക്കുക. ഓരോന്നായിട്ടിട്ട് വഴറ്റണമെന്നില്ല. എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒരു ബ്രൗൺ കളറാവുന്ന വരെ വഴറ്റിയെടുക്കണം. പിന്നെ മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിങ്ങനെ വഴറ്റുന്ന സമയത്ത് തന്നെ ക്യാരറ്റും ബീൻസൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. അതുപോലെ തന്നെ സവാളയും നല്ല ബ്രൗൺ കളറായി വരണം. നന്നായിട്ട് വഴറ്റിയിട്ട് വേണം ബാക്കി സാധനങ്ങൾ നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ ആ സമയത്ത് നമുക്ക് വേറെ കാര്യം ചെയ്യാനുണ്ട്. അത് സാധാരണ ഉപ്പുമാവിലൊന്നും ആരും ചേർക്കാത്തതാണ്. പിന്നെ ഞാനത് ചേർക്കുന്നുണ്ട്. എനിക്ക് വേണമെങ്കിൽ മാത്രം അത് ചെയ്താൽ മതി കേട്ടോ. അത് ചെയ്യണമെന്നില്ല. അതെന്താണെന്ന് ഞാൻ പറയാം. കുറച്ച് സമയം എടുക്കും കേട്ടോ നമ്മൾ ഈ സവാളയൊക്കെ ഒന്ന് വെന്ത് വഴഞ്ഞ് ബ്രൗൺ കളറായിട്ട് വരാനായിട്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം. അടി പിടിക്കരുത്. അപ്പോൾ അടി പിടിക്കാതിരിക്കാനായിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക.
അപ്പോൾ ഇനി അങ്ങോട്ട് എൻ്റെ ചാനലിൽ കുറച്ച് കുക്കിംഗ് വീഡിയോസൊക്കെ ഉണ്ടാവും. കാരണം ഇപ്പോഴാണ് എനിക്ക് എൻ്റേതായ ഒരു അടുക്കളയായത്. നേരത്തെ എന്ന് വെച്ചാൽ ഒരുമിച്ചായിരുന്നു, ഞങ്ങൾ ജോയിൻറ്റ് ഫാമിലി ആയിരുന്നു. ഇപ്പോൾ നമ്മൾ സെപ്പറേറ്റഡ് ആയി. അപ്പോൾ അതുകൊണ്ട് ഇനി എൻ്റെ വീഡിയോസിൽ കൂടുതൽ ഞാൻ കുക്കിംഗ് ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഒരു സാധനം ഞാൻ ചേർക്കുന്നുണ്ടെന്ന്, വേറൊന്നുമല്ല, ഒരു മുട്ടയാണ്. മുട്ടയിലൊരു നുള്ള് കറി മസാലപ്പൊടി ചേർക്കുക, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഈ ഒരു മുട്ടയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഞാൻ താറാവ് മുട്ടയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് കോഴിമുട്ട ആണെങ്കിൽ കോഴിമുട്ട എടുക്കാം. ഇപ്പോൾ ഞാൻ ഒരു മുട്ട എടുക്കുന്നുള്ളൂ. മുട്ടയുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 മുട്ടയോ 3 മുട്ടയൊക്കെ എടുത്ത് ചേർക്കാം. സെപ്പറേറ്റ് പൊരിച്ചിട്ട് ചേർത്താലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ ഒപ്പം തന്നെയായിട്ട് പൊരിക്കുക. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. മുട്ടയുടെ ടേസ്റ്റും കൂടി വരുമ്പോഴത്തേക്ക് നമുക്ക് വേറെ പ്രത്യേക ഒരു രുചിയാണ് ഈ ഒരു ഉപ്മാവിന് കിട്ടുക. പിന്നെ മുട്ടയുടെ ടേസ്റ്റ് ഇല്ലാത്തവർക്കാണെങ്കിൽ സ്കിപ്പ് ചെയ്യാം, അത് എന്താണ് പറയുക, ഓപ്ഷണലാണ്. പിന്നെ ഇതിലുള്ള കറി മസാലയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു കറി മസാലയുടെ ടേസ്റ്റും കൂടി നമ്മുടെ ഒരു ഉപ്മാവിന് കിട്ടും. പിന്നെ ഇനി ഞാൻ ചേർക്കുന്നത് തക്കാളിയാണ്. ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ചേർക്കുന്നുണ്ട്. തക്കാളി ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. മൂടി വെക്കണമെന്നില്ല. തക്കാളി ഇതിൻ്റെ ഒപ്പം ചെറിയ തക്കാളിയല്ലേ ഉള്ളൂ, ഇത് പെട്ടെന്ന് തന്നെ വഴഞ്ഞ് കിട്ടും, നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ആ ഒരു തക്കാളിൻ്റെ ആ ഒരു വെള്ളം കൂടി ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ബാക്കി വെജിറ്റബിൾസും കൂടി നന്നായിട്ട് വെന്ത് വഴഞ്ഞ് കിട്ടും. പിന്നെ എല്ലാം നമുക്കൊന്ന് ഉടച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. വളരെ സിമ്പിളാണ് ഈ ഒരു ഉപ്മാവ് ഉണ്ടാക്കാൻ. ഒരുപാട് എന്താ പറയുക, സമയമൊന്നും വേണ്ട. നമുക്കൊരു അരമണിക്കൂർ ടൈമിനുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഒരു സവാളയും ഈ പച്ചക്കറികളൊക്കെ ഒന്ന് വാടേണ്ട സമയമേ ഉള്ളൂ എടുക്കുന്നുള്ളൂ. അല്ലാത്ത പക്ഷം സിമ്പിളാണ്. കാരണം നമുക്ക് കുറച്ച് നുറുക്ക് ഗോതമ്പ് എടുത്ത് വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടാണ് നുറുക്ക് ഗോതമ്പ് വേവിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സവാളയ്ക്കൊന്ന് ഇതിലേക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്, ക്യാരറ്റിൽ അതുപോലെ ബീൻസിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടത് മഞ്ഞപ്പൊടിയാണ്. ഒരു നുള്ള് എന്താ പറയുക, ഒരു നുള്ള് മഞ്ഞപ്പൊടി ചേർത്താൽ മതി, അധികമൊന്നും വേണ്ട. പിന്നെ നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് എരിവ് വേണമെന്നാണെങ്കിൽ മുളക് പൊടി വേണ്ട, അതിന് പകരം ഇടിച്ച മുളക് ചേർക്കാം. ഇതിപ്പോൾ നമ്മുടെ പച്ചമുളകിൻ്റെ ആ ഒരു നേരെ എരിവ് മാത്രമേ ഈ ഒരു ഉപ്മാവ് ഉണ്ടാവുള്ളൂ. കുട്ടികൾക്കൊക്കെ അധികം എരിവ് വേണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് മുളക് പൊടിയൊന്നും ചേർക്കാത്തത്. നിങ്ങൾക്ക് എരിവ് ഇഷ്ടമാണെങ്കിൽ, നിങ്ങളുടെ കുട്ടികൾക്ക് എരിവ് ഇഷ്ടമാണെങ്കിൽ ഇടിച്ച മുളക് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു എഗ്ഗാണ്. അതുകൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒന്ന് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. എന്തായാലും മുട്ട നന്നായിട്ടൊന്ന് എന്താ പറയുക ഇതായി വരുള്ളൂ, വെന്ത് വരുള്ളൂ. നന്നായിട്ട് വിട്ട് തന്നെ വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് നമ്മൾ വേറെ പാത്രത്തിലിട്ട് മുട്ട ചിക്കിയിട്ട് അത് ചേർത്താലും മതി ഉപ്മാവിലേക്ക്. ഇങ്ങനെ ചേർത്താലും എളുപ്പമാണ്, അധികം സമയം പോവില്ല, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന ഗോതമ്പ് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ കട്ട പിടിച്ചിരിക്കുന്ന വേറെ ഒന്നുമില്ല, നല്ല വേവിച്ച് വെച്ചിട്ട് കുറച്ച് നേരമായി. അപ്പോൾ അത് ആ പാത്രത്തിലിരുന്നിട്ട് കുക്കറിൽ തന്നെ ഇരുന്നൊന്ന് കട്ട ഊറ്റി പോയതാണ്. നമുക്കിതൊന്ന് സ്പൂണിൽ ചുടച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഗോതമ്പ് ബാച്ചായിട്ട് ചേർക്കാം കേട്ടോ, ഒറ്റയടിക്ക് ഇട്ട് ഇളക്കരുത്, കുറച്ച് ഇളക്കി കൊടുക്കുക. എല്ലായിടത്തും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെ ചിലയിടത്ത് എന്താ പറയുക മസാല പിടിക്കും, ചിലയിടത്ത് മസാല പിടിക്കില്ല, അങ്ങനെ ആയിപ്പോവും. അപ്പോൾ കുറച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് മിക്സായി കഴിയുമ്പോൾ കുറച്ചും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം, ഒറ്റയടിക്കിട്ട് ഇളക്കരുത്. നമുക്ക് കട്ടയെ നന്നായിട്ട് പോയി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും കട്ട കുത്തിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി നന്നായിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് കിട്ടും. ഇപ്പം ഞാൻ അടുത്തൊരു ബാച്ചും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് എല്ലാം ചേർത്തിട്ട് ഉപ്പ് നോക്കുക കേട്ടോ. ഉപ്പ് ഗോതമ്പിൽ ഉപ്പ് കുറവാണെങ്കിൽ ഒരു പൊടിക്ക് ഉപ്പും കൂടി ഇട്ടിട്ട് ഈ ഒരു സമയത്ത് മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു 250 ഗ്രാം ഗോതമ്പിന് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന മസാല കറക്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഫൈനലി ഒരു കൂട്ടം കൂടി ചേർക്കുന്നുണ്ട്, കുറച്ച് ചെറിയ തേങ്ങയാണ്. ഇതുകൂടി ചേർത്തിട്ട് വേണം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാനായിട്ട്.
അപ്പോൾ ഇത് തേങ്ങ ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കുക. കാരണം തേങ്ങ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് വേണ്ട, ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെക്കുക. കാരണം അടി പിടിക്കും. അപ്പോൾ ഇതും കൂടി ഒന്ന് വേകാനായിട്ട് കുറച്ച് നേരം മൂടി വെക്കുക. അപ്പോൾ ഞാൻ തേങ്ങ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഞാനൊരു സ്റ്റീലിൻ്റെ ഒരു പാത്രം വെച്ചിട്ടാണ് കേട്ടോ മൂടുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതാണെന്ന് വെച്ചാൽ അത് വെച്ച് മൂടുക. അപ്പോൾ നമുക്ക് നോക്കാം നമ്മുടെ തേങ്ങയൊക്കെ വെന്തോന്ന്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കളറും നല്ല ടേസ്റ്റും നല്ല രസമുള്ളത്, കാണാൻ തന്നെ നല്ല രസമുണ്ട് ഈ ഒരു ഉപ്പുമാവ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ടായിരുന്നു, പച്ച വെളിച്ചെണ്ണ. ആ ഒരു എണ്ണയുടെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യണം. അപ്പോൾ അത് വീഡിയോയിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ഉപ്പുമാവ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്തൊരു റെസിപ്പി ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.